കേരളം പിറന്നതിൻ്റെ 69ാം ജന്മദിനമാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്. 1956 നവംബർ 1 കേരളം ഉണ്ടായതും തിരുക്കൊച്ചി മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറും ചേർത്തായിരുന്നു കേരള സംസ്ഥാന രൂപീകരണം. കറണ്ട് അഫയേഴ്സ് നവംബർ 1 നമ്മൾ നോക്കുന്നത്. കേരള സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് സർക്കാർ വിജ്ഞാപനം അനുവദിച്ച പുതിയ രജിസ്ട്രേഷൻ സീരീസ് KL 90 KL 90 ആണ്. കേരള സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് സർക്കാർ വിജ്ഞാപനത്തിൽ അനുവദിച്ച പുതിയ രജിസ്ട്രേഷൻ സീരീസ്. കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് KL 90A KL 90E. കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് KL 90A KL 90E. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് KL 90B KL 90F. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് KL 90B KL 90F. ബോർഡ് കോർപ്പറേഷൻ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് KL 90C ആണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1 കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരത. എന്താണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരത. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് കൊച്ചിയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിനാണ് അൻപ്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ്റെ പേര് അൻപ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടിയെയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിച്ചത്. വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനാണ്. വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള ഫിലിം അക്കാദമി കുക്കു പരമേശ്വരനാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ളയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ള. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ KG ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എൻ്റെ എതിർകക്ഷി, മരിച്ചവരുടെ വീട്, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, സൈനികൻ്റെ പ്രേമലേഖനം മുതലായവ. എന്തൊക്കെയാണ്? കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എൻ്റെ എതിർകക്ഷി, മരിച്ചവരുടെ വീട്, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, സൈനികൻ്റെ പ്രേമലേഖനം. ഇവയൊക്കെയാണ് KG ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ. 2025 ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? USA-യുമായിട്ടാണ് 2025 ഒക്ടോബറിൽ ഇന്ത്യ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. തെലങ്കാനയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അസറുദ്ദീനാണ്. തെലങ്കാനയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് മുഹമ്മദ് അസറുദ്ദീൻ. ഗവർണർ ജിഷ്ണുദേവ് വർമ്മയാണ്. തെലങ്കാനയിലെ ഗവർണർ ജിഷ്ണുദേവ് വർമ്മ ആൻഡ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെലങ്കാന ഗവർണറാണ് ജിഷ്ണുദേവ് വർമ്മ, മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായി കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായി കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. 7H3 റോക്കറ്റിലാണ് HTVX ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. 7H3 റോക്കറ്റിലാണ് HTVX ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി ഫ്ലാഗ് ഓഫീസർ കമാൻഡ് ഇൻ ചീഫ് എന്നാണ് ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയുടെ മറ്റൊരു പേര്. ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ്.
നിയമിതനായത് ആരാണെന്ന് വെച്ചാൽ വൈസ് അഡ്മിറൽ സമീർ സക്സേനയാണ്. ദക്ഷിണ നാവിക കമാൻഡ് മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ